രാഷ്ട്രീയ കേരളം കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നാളെ. പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചതോടെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണിന്ന്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സുഹൈൽ മുഹമ്മദാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുഹൈൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ ജനാധിപത്യത്തിന് ഉത്സവമായ തെരഞ്ഞെടുപ്പിന് നാളെ ഇവിടുത്തെ ജനങ്ങൾ ഇതിനകം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും സുതാര്യവും സുരക്ഷിതവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സർക്കാർ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അതിന്റെ ഭാഗമായി തന്നെ പോളിംഗ് മെഷീനുകൾ വിതരണം ചെയ്യുന്ന മാർത്തോമാ സെക്കൻഡറി സ്കൂളാണ് നമ്മളുള്ളത്. ഈ സ്കൂളിൽ വെച്ചാണ് പോളിംഗ് യന്ത്രങ്ങളും പോളിംഗ് മെഷീനുകളും വോട്ടിംഗ് യന്ത്രങ്ങളും അടങ്ങിയ അനുബന്ധമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതും ആ മെഷീനുകൾ അവർക്ക് കൈമാറുന്നതും ഇവിടെ ഉദ്യോഗസ്ഥർ ടീമായി എത്തിയ ശേഷം ഈ EVM അടക്കമുള്ള VVPAT അടക്കമുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ വാങ്ങിയ ശേഷം അവർക്ക് സജ്ജീകരിച്ച ബസ്സിൽ അതാതിടത്തേക്ക് പോകുന്നതാണ് പതിവ് പോലെ തന്നെ ഇവിടെയും രീതി. നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 53ഓളം ബൂത്തുകൾ അധികമായി ആകെ 263 ബൂത്തുകളാണ് ഇത്തവണ നിലമ്പൂരിലുള്ളത്. ഈ ബൂത്തുകൾ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ളത് ആദിവാസി മേഖലകൾ മാത്രം ഉൾപ്പെടുന്ന 3 ബൂത്തുകൾ വനത്തിനുള്ളിലുണ്ട്. അങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ബൂത്തുകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആകെ റിസർവ്ഡ് യൂണിറ്റുകളടക്കം 315 വോട്ടിംഗ് യന്ത്രങ്ങളും 344 VVPATകൾ അടക്കുന്നതാണ് ഇപ്പോൾ ഈ ഓരോ ബൂത്തുകളിലേക്കും നൽകുന്നത്. അതിനപ്പുറത്തേക്ക് ഏകദേശം 984 ഉദ്യോഗസ്ഥർ, അവർക്കായി ഒരു 30-40ഓളം പോളിംഗ് ഓഫീസേഴ്സ്, അങ്ങനെ ഏകദേശം 1000-ലധികം ഉദ്യോഗസ്ഥർ കൂടി അടങ്ങുന്ന ഒരു വലിയ സർക്കാർ സംവിധാനമുണ്ട്. അതിൽ മറ്റൊരു പ്രത്യേകത, ഈ നക്സലൈറ്റ് വിമുക്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത്. നമുക്കറിയുന്ന പോലെ തന്നെ നിലമ്പൂരിൽ മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഇടങ്ങൾ ഒരുപാടുണ്ട്, മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്ന വനങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ മാവോയിസ്റ്റ് വിമുക്തമായി പ്രഖ്യാപിച്ച പിന്നാലെ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് പ്രത്യേകത ഉണ്ടെങ്കിൽ കൂടി അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇന്നും ഒരുക്കിയിരിക്കുന്നത്. കനത്ത വാഹന പരിശോധന അടക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നും ഉണ്ട്. അതിനപ്പുറത്തേക്ക് അർദ്ധസൈനിക വിഭാഗങ്ങളും മണ്ഡലത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയുന്ന പോലെ നിശബ്ദ പ്രചരണത്തിന്റെ ദിനമാണിന്ന്. ഈ സ്ഥാനാർത്ഥികളും മുന്നണികളെല്ലാം നിശബ്ദമായി തന്നെ പരമാവധി വ്യക്തിഗത വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ആ സമയത്ത് തന്നെ ഉദ്യോഗസ്ഥർ ഏറ്റവും സുതാര്യവും സുരക്ഷിതവുമായ തെരഞ്ഞെടുപ്പ് ഒരുക്കാനുള്ള തിരക്കിൽ കൂടിയാണ് നിലമ്പൂരിൽ ഉദ്യോഗസ്ഥരെല്ലാം ഉള്ളത്. ഉന്മേഷ്.